അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് പതിവ് പോലെ അതാ നുസൈബ ക്ലാസ്സിലേക്ക് പോകുന്നു. ഈ ദിവസം ഫൈസൽ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ കൂടെ പോകണം, എനിക്ക് അവളെ സ്വന്തമാക്കുവോളം അവളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കണം. ഒരുപാട് തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം മാപ്പപേക്ഷിച്ച് അവളെ വീണ്ടും സ്വന്തമാക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ നുസൈബ, നീ എൻ്റെ മാത്രം പെണ്ണല്ലേ. ഇക്ക നിന്നോട് ചെയ്തതൊക്കെ മോള് പുറത്തു തരണം കേട്ടോ. മോള് എൻ്റെ തന്നെ ആവണം. എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നീ ഒന്ന് എൻ്റെ സ്വന്തമായത് വീണ്ടും കാണുവാൻ വേണ്ടിയിട്ട്. ഇക്ക മോളെ പൊന്നു പോലെ നോക്കും. ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്ത അനുകമ്പയുടെ ചിന്തകളുണ്ടായി. അന്ന് അവൾ കോളേജിലേക്ക് പോകുമ്പോൾ അവൻ കാറെടുത്ത് പിന്നാലെ പോയി. എന്തായാലും വേണ്ടില്ല, ഇന്ന് എൻ്റെ ഹിജാബിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവളുടെ ഇഷ്ടമൊന്ന് നേടിയെടുക്കണം. അവൾ ഇതൊരിക്കലും അറിയുന്നേയില്ല തൻ്റെ പിന്നാലെ തൻ്റെ ആദ്യ ഭർത്താവ് ഫൈസൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അവളുടെ കൂട്ടുകാരികളൊക്കെ അറിയട്ടെ തന്നെക്കുറിച്ച്. അങ്ങനെയാകുമ്പോൾ എനിക്ക് അവരുടെ ഇടയിൽ ഒരു വിലയുണ്ടാവും. കാരണം മറ്റൊന്നുമല്ല, ഫുൾ റാങ്കുകാരി നുസൈബയാണ് അവൾ, അതും 1ാം റാങ്കുകാരി. അവളുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലൊരു സ്ഥാനം തന്നെ അവിടെ ലഭിക്കുവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അങ്ങ് അഭിനയിക്കാമെന്ന് അതാ ഫൈസൽ വിചാരിക്കുന്നു. അവളുടെ ബസ്സിന് പിന്നാലെ തന്നെ അതാ ഫൈസൽ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവൻ ഒരുപാട് ആശിച്ചു പോവുകയാണ്. പലതവണ ബസ്സിനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് കരുതി വേണ്ട, അവൾ കയറിയ ബസ്സിൽ കയറിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ ആ പർദ്ദയിട്ട രൂപമെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കാലോ. ഷമ്മാസ് ഇതൊന്നും അറിയുന്നേയില്ല. തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ പിന്നാലെ തൻ്റെ ഇക്ക ഫൈസൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും. അന്ന് ഷമ്മാസ് നേരത്തെ ഷോപ്പിൽ പോയിട്ടില്ലായിരുന്നു. ഉമ്മ ചോദിച്ചു, മോനെ നീ എന്തെന്ന് നേരത്തെ പോകാതിരുന്നത്? ഒന്നുമില്ലമ്മ, മറ്റേ ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്കാണ് നിനക്ക് പോകാനുള്ളത്. ആണല്ലേ? ഉമ്മ, ഇക്ക എവിടെ? മോനെ രാവിലെ അങ്ങോട്ട് ഒരുങ്ങി ഇവിടുന്ന് പോയിക്കണ്. എങ്ങോട്ടുമ്മ? ഉമ്മ, എനിക്കൊന്ന് പുറത്ത് പോവാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ചോദിച്ചു എങ്ങോട്ടാ മോനെ, പെണ്ണ് കാണാനൊന്ന് തമാശ ചോദിക്കുകയും ചെയ്തു. ആ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പോയി. അത് കേട്ടപ്പോൾ ഷമ്മാസിന് അല്പം ഭയം തോന്നി. അല്ല, ഇക്ക എങ്ങോട്ടാണ് പോയതെന്ന് ഉമ്മ ചോദിച്ചോ? ഇല്ല മോനെ, ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. എങ്ങോട്ടാവും? പാവം, എന്താ അറിയില്ല, ഇപ്പം മനസ്സൊക്കെ ഒരു വിഷമാണോ എനിക്ക്. അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇടങ്ങാറുണ്ട്. മറ്റത് ഓനെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ പെണ്ണുങ്ങൾ പേരിനെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആരുമില്ല തോന്നുന്നുണ്ട്. ഒരാലോചനയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ. എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു റബ്ബേ. വേഗം വേറൊരു കല്യാണം ഒന്ന് റെഡിയായാൽ മതിയായിരുന്നു. ഷമ്മാസിനോട് ഫൈസൽ പറഞ്ഞതിനെക്കുറിച്ച് ഉമ്മയോട് അവൻ പറഞ്ഞില്ല. ഞാൻ അവളെ തിരിച്ചെടുക്കുകയാണ് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞപ്പോൾ ഷമ്മാസ് അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ ഫൈസൽ അത് ഇതുവരെ ഉമ്മയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യം ആലോചിച്ചത് കൊണ്ട് തന്നെ. എന്നാൽ ഇന്നൊരിക്കലും നുസൈബയുടെ പിന്നാലെ ഫൈസൽ പോകുന്നത് അവരാരും അറിഞ്ഞിട്ടേയില്ല. രാവിലെ തന്നെ ഫൈസൽ പോയി എന്നറിഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ അല്പം ഭയമുണ്ടായിരുന്നു. അവൻ മനസ്സിൽ ഏറെക്കുറെ ഉറപ്പിച്ചു, ഇല്ല, തൻ്റെ ഹിജാബി രാവിലെ പോകുന്ന ആ ഒരു ബസ്സിന് പിന്നാലെയായിട്ട് അവന് പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിൽ കയറിയിട്ടുണ്ടാവും. ഇക്ക എന്തിനാണ് എന്നോട് ഈ ചതി? ഇല്ല, എൻ്റെ ഇക്കാക്ക് അറിയില്ലല്ലോ അവൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്നുള്ളത്. അത് ഒന്നുറക്കെ വിളിച്ച് പറയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇക്കയുടെ പ്രതികരണം എന്താണെന്ന് അറിയുമ്പോൾ അത് വേണ്ടെന്ന് വെക്കും. അന്ന് ഷമ്മാസിന് അല്പം മൂഡ് ഓഫ് ആയിരുന്നു. ഉമ്മ പറഞ്ഞു, എന്താടാ മോനെ നിനക്ക്? ഇല്ലമ്മ, ഒന്നുമില്ല. ഇക്ക പോയതേ എങ്ങോട്ട്? അതിനെന്താ, അവന് വലിയൊരാളല്ലേ, അവന് പഴക്കൊന്നുമില്ല എവിടെ പോയാലും. ഓനൊന്നും ഒന്നിലും പോകൽ തുടങ്ങിയതല്ലോ. അല്ലേ, ഒറ്റയ്ക്ക് കാറുമായി എങ്ങോട്ടാണാവോ പോയത്? ഒന്നുമ്മ വിളിച്ച് ചോദിച്ചു നോക്കുമോ? മോനെ, അതിപ്പോൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങോട്ട് വന്നോളൂ. ഓൻ രാവിലെ ഉമ്മ അപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അല്ലുമ്മ, ഒന്ന് വിളിച്ചു നോക്കി, എൻ്റെ ഒരു സമാധാനം. എൻ്റെ പൊന്നാര ഷാമോനെ, നിനക്ക് എന്താ പറ്റിയത്? ആ ഫോൺ എടുക്ക്. ഉമ്മ അതാ ഫൈസലിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ മോനെ. ഉമ്മ ഒന്നുകൂടി ട്രൈ ചെയ്യേ. പക്ഷെ അപ്പോഴേക്കും അതാ ഫൈസൽ തിരികെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ മോനാണ്. മോനെ ഫൈസു, എൻ്റെ കുട്ടി എവിടെ?
ഉമ്മ സ്നേഹത്തോടെ ഫൈസലിനോട് ചോദിച്ചു. ഉമ്മ, ഞാനൊരു യാത്രയിലാണ്. മോനെ എങ്ങോട്ടാണ് പോകുന്നത്? ഒരുപാട് നേരത്തെ ഇവിടുന്ന് ഇറങ്ങിയതായിരുന്നല്ലോ. ആ ഉമ്മ, അത് ഒരിടം വരെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുവാൻ വേണ്ടിയിട്ട്. എവിടെയാണ് മോനെ? അതൊരു 1.5 മണിക്കൂർ യാത്രയുണ്ടുമ്മ. ഞാൻ വിളിക്കാം. ഞാൻ ഇപ്പോൾ ഡ്രൈവിങ്ങിലാണ് കേട്ടോ. ഞാൻ ഡ്രൈവിങ്ങിലാണെന്ന്, പിന്നെ വിളിക്കാമെന്ന്. പഠിച്ചോനെ, എൻ്റെ കുട്ടി നല്ല കൂട്ടുകെട്ടിലൊക്കെ പെടട്ടെ. ഒരുപാട് ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ട് എൻ്റെ കുട്ടി കണ്ട് കേടുവന്ന് പലതും കാട്ടിക്കൂട്ടി. ഇപ്പം നന്നായിക്കണോന്. അപ്പം ഇനി നല്ല ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തട്ടെ എൻ്റെ കുട്ടി. ഉമ്മ, ഇക്കയുടെ ഫ്രണ്ട് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? അത് കേട്ടപ്പോൾ ഉമ്മ ചിരിച്ചു. എൻ്റെ പൊന്നാര ഷാമോനെ, എൻ്റെ ഒരു സംശയങ്ങൾ എന്താ ഇപ്പോൾ ഈടായിട്ട് എനിക്ക് നല്ല സംശയം ഉണ്ടല്ലോ. മറ്റേ നിനക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അല്ലമ്മ, വെറുതെ ഒന്ന് ചോദിച്ചൊന്ന് മാത്രം. അതൊക്കെ മുന്നേ ചോദിക്കാൻ പറ്റുമോ? അത് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവുമോ? അല്ലേ, ഇക്കാക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഉമ്മ ചിരിച്ചു. നീ ഒന്ന് പോടാ, അങ്ങനെയൊന്നല്ല. അവനിപ്പോൾ ആളൊക്കെ മാറിയിരിക്കണ്. ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. പഠിച്ചോ നന്നാക്കട്ടെ. കാരണം ഒരുപാട് കാലം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ. ഉമ്മ നന്നാവണം, അതിനു വേണ്ടി തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഹിജാബിയുടെ പിന്നാലെ തന്നെയായിരിക്കും ഫൈസൽ പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ അവൻക്ക് 95% അതായിരുന്നു വിശ്വസിച്ചിരുന്നത്. 5% മാത്രം ഉമ്മ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ കാണുവാൻ എന്നുള്ള രീതിയിൽ. ഞാൻ എന്താ ചെയ്യുക റബ്ബേ? എനിക്ക് ആകൊരു ടെൻഷനായിപ്പോയി. പഠിച്ചോനെ, എനിക്കെന്തിനാ എന്നാൽ എനിക്കും ഇക്കാക്കും ഒരു പെണ്ണിനെ നീ വിധിച്ചത്? എനിക്ക് അവളോട് ഇഷ്ടമാണ്. ഇക്കാക്ക് അവളോട് വീണ്ടും ഇഷ്ടം തോന്നുകയും ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് കഴിയില്ല റബ്ബേ. ഷമ്മാസിൻ്റെ മുഖത്ത് നല്ല നിരാശയുണ്ടായിരുന്നു. ഉമ്മ അത് ശരിക്കും ശ്രദ്ധിച്ചു. ഫൈസ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതൊന്നുമില്ല. എന്താന്നാവോ? അതിൽ ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു, ഇനി എങ്ങനെ വിളിക്കാൻ? അവനവൻ്റെ പെണ്ണിനെ തേടി പോയതല്ലേ, ഒരിക്കലും വിളിക്കില്ലായിരിക്കും. എന്താടാ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മ, വെറുതെ. അല്ല മോനെ, ഈ നുസൈബാൻ ഇപ്പോൾ കാണലുണ്ടോ? വിളിക്കലുണ്ടോ? എന്താ സ്ഥിതി? ഞാനാണിപ്പോൾ വിളിച്ചിട്ട് കുറച്ച് ദിവസമായിക്കണേ. ഉമ്മ, ഇപ്പം എങ്ങനെ കാണാനാ? അവൾ രാവിലെ പോകും, വൈകുന്നേരം വരും, അങ്ങനെയൊക്കെ. ജസ്റ്റ് ഒരു നോട്ടം കണ്ടെങ്കിൽ കണ്ട്, അതന്നെ. അല്ല മോനെ, നമുക്കവർ വീട്ടിലൊന്ന് പോവായിരുന്നു. പോയിട്ട് ഒരു ഞായറാഴ്ച പോകാം, അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ അവളെയും കാണാലോ. എന്തേ? അല്ലെങ്കിലേ ഇതിപ്പോൾ അവളെ പഠനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റങ്ങൾ മറക്കുമെന്നാണ് എൻ്റെ പേടി. മോനെ, അന്ന് ഏതായാലും നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തുറപ്പിച്ച് ഏകദേശം ഒക്കെ സെറ്റായി വന്ന് ഇങ്ങനെയൊക്കെ ആയി. ഇനിയും ഇപ്പോൾ ആണ്ട് നിക്കാഹ് കഴിക്കാം നമുക്ക്. എന്നിട്ട് ഓള് പഠിക്കാൻ പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികളാണേ, അവർ പഠനം ഇങ്ങനെ കൂടിക്കൂടി വന്നാലേ അവർക്ക് ചിന്തയൊക്കെ മാറി പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ അവർക്ക് പറ്റുള്ളൂ. അതായത് വലിയ പഠിപ്പുള്ളവരെയും ഡോക്ടർമാരെയും ഒക്കെ അവർ തിരഞ്ഞെടുക്കുള്ളൂ. പിന്നെ നമ്മളെ ഒന്നും തിരഞ്ഞെടുക്കില്ല. MBBS എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടം ഡോക്ടർമാരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ റെഡിയാക്കണം. എന്തൊക്കെ തന്നെയായാലും നല്ല പെൺകുട്ടിയാണുള്ളത്. പക്ഷേ ആദ്യമൊക്കെ ഷമ്മാസിനെ ഇത് കേൾക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയായിരുന്നു, ആകാംക്ഷയായിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല. ഷമ്മാസ് ആകെ ശോകമുഖനായി നിൽക്കുകയാണ്. എന്ത് പറ്റി മോനെ? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അവളെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് 100 നാവായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? നീ ആകെ മൂഡ് ഓഫായിട്ട്. ഒന്നുമില്ലമ്മ, എന്ത് പറയാൻ, നമുക്ക് വിധിച്ചതാണെങ്കിൽ പഠിച്ച റബ്ബ് തരും. അതല്ല എങ്കിൽ മോനെ, ഈ അങ്ങനെ പറയല്ലേ. വിധിച്ചത് അത് തന്നെയാണ്. ഇനി അതിമൊരു മാറ്റില്ല. പഠിച്ചോ, അത് വിധിച്ചിക്കണം എനിക്ക്. നീ ഒന്നും ഈ പറയല്ല ദയവായി. ഉമ്മ, ഞാൻ പറയല്ല. ഞാൻ ഒന്നും പറയണ്ട. വാ, നമുക്ക് പോകാം. നമുക്ക് പോയിട്ട് വീട്ടിലൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് ഉള്ള പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരാം. അതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ പൊന്നു മോനെ, നിനക്കറിയോ കണ്ണകന്നാൽ കൽബകലുമെന്ന് നീ കേട്ടിട്ടുണ്ടോ? അതെന്തൊക്കെ തന്നെയായാലും എത്ര തന്നെ സ്നേഹിച്ച ആളുകളായാലും അത് കണ്ണകന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൽബ് അത് അകന്നു പോകും. അതിങ്ങനെ ഇല്ലാതായി ആ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കുക. അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും വണ്ടിയില്ല. അവൾ 6 മണിയൊക്കെ ആകുമ്പോഴെത്തുന്നല്ലേ പറഞ്ഞത്. ആ ഒരു സമയത്ത് പോയാലും വണ്ടിയില്ല. അല്ലെങ്കിൽ മൈരി വിസ്കരിച്ചിട്ടാണ് പോവാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. നമുക്കിപ്പോൾ എന്താ പേടി? രാത്രിയല്ല, നമ്മളടുത്ത് വണ്ടിയില്ലേ. എന്താ ഉമ്മ? ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്ത് പക്ഷേ? നിനക്ക് എന്തോ ഒന്ന് ഉണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ.
ഉമ്മ, ഇതറിയുമ്പോൾ ഇക്ക ഫൈസൽക്ക് എന്തെങ്കിലുമൊക്കെ പറയും, അതെനിക്കറിയാം. എൻ്റെ പൊന്നാര ഷമ്മാസ് മോനെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നീ ഭീരുവല്ലോ എൻ്റെ മോനെ, എൻ്റെ മോൻ ധീരനാണെന്നുള്ളത്. ഹുസൈനാജി അങ്ങനെ കയറി നിരങ്ങിയപ്പോൾ നീ എന്താ നിൻ്റെ തനി സ്വഭാവം നീ അങ്ങോട്ട് കാണിച്ചു. അപ്പോൾ എന്തായി? അവിടെ മൂലക്കിലായി. അതുതന്നെ, ഒരിക്കലും എൻ്റെ ഷമ്മാസ് ഭീരുവല്ല, ധീരനാണ് എവിടെയും. അതിപ്പോൾ സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും സ്വന്തം ബാപ്പയാണെങ്കിലും ശരി. പറയാനുള്ളത് ആരോടും പറയണം, കാര്യം ആരോടും പറയണം, അതിലൊന്നും മറച്ചു വെക്കരുത്. അത് നമ്മളെ കാര്യം, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യമോ ഏഷണോ പരിദൂഷണോ അല്ല. നമ്മളെ കാര്യം നമ്മൾ പറയണം. എന്താ എൻ്റെ മോൻ പറയൂലേ? ഉമ്മയുടെ ആ ഒരു ശക്തമായ ശബ്ദം അത് ഷമ്മാസിനെ ഒന്നുണർത്തി. ശരിയാണ്, ഉമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ ഞാനെന്തിനു വായിക്കണം? എൻ്റെ ജ്യേഷ്ഠൻ അവളെ കല്യാണം കഴിച്ചു, ഓക്കെ, അവൾ ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരിക്കലും അവളെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. പിന്നെ എന്തിന്? എന്നാൽ ഈ സമയം അതാ ഫൈസൽ നുസൈബയുടെ കോളേജിനടുത്തെത്തി. അവൾ ബസ്സിറങ്ങി കോളേജിലേക്ക് പോകുമ്പോൾ ഫൈസൽ ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ചു. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നുസൈബ, നീ എന്നെ മറന്നുവല്ലേ? ഞാൻ മാപ്പ് പറയാണ് നിന്നോട്, മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി പോയിട്ടുണ്ട്, അതെനിക്കറിയാം. ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നീ എനിക്ക് പുറത്തു വരണം നുസൈബ, പ്ലീസ്. അവൻ്റെ ആ ഒരു അത്രയ്ക്കും താഴ്ന്നുള്ള ആ ഒരു ക്ഷമാപണം അത് നുസൈബ ശരിക്കും അത് കണ്ടു. അതെ, തൻ്റെ ഫൈസൽക്ക തൻ്റെ ആദ്യ ഭർത്താവാണ് തൻ്റെ മുമ്പിൽ ഇത്രക്കും താഴ്ന്നു കൂഴ്ന്നു സംസാരിക്കുന്നത്. ഒരിക്കൽ എന്നെ ഭരിക്കുകയായിരുന്നു. നുസൈബ, പ്ലീസ്, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് നീ എൻ്റെ പെണ്ണല്ലടി, ഞാനല്ലേ നിന്നെ നിക്കാഹ് കഴിച്ച പെണ്ണ്. നീ മറന്നുവല്ലേ അതൊക്കെ? ഞാൻ കാല് പിടിക്കാം മുത്തേ, പ്ലീസ്. ഇനി ഒരിക്കലും ഈ ഇക്കയുടെ അടുക്കൽ അങ്ങനത്തെ ഒരു ചെറ്റത്തിലും ഉണ്ടാവില്ല. സോറി, എന്നോട് നീ ക്ഷമിക്കണം. നീ എൻ്റെ കൂടെ വരണം. നീ ഇല്ലാതെ എനിക്ക് കഴിയില്ലടി. എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ. നുസൈബ എല്ലാം ഒരു നിമിഷം നോക്കി നിന്നു. അവൾക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. എന്നാൽ ഒരു കൂട്ടം പെൺകുട്ടികൾ അതിലെ പോയപ്പോൾ നുസൈബയോട് അയാൾ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ നുസൈബ ഫൈസലിനോട് ഒന്നും ഒരു അടിയില്ല. അവൾ ഒരു നിമിഷം നോക്കി തിരിച്ചു പോവുകയാണ്. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരിക്കൽ കൂടി അവൻ വിളിക്കുന്നു, നുസൈബ, ഞാൻ കാത്തിരിക്കുന്നു. നിൻ്റെ മറുപടിക്ക് വേണ്ടി നിന്നെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഒരിക്കലും നിന്നെ ഞാൻ തലാക്ക് 3 ചൊല്ലിയിട്ടില്ല. എനിക്ക് നിന്നെ വേണം പെണ്ണേ, നീ എന്നോട് ക്ഷമിക്കണം. അവൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ദയനീയമായ ആ ചോദ്യത്തിന് മുമ്പിൽ നുസൈബക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്ന് അതിലെ വന്ന പെൺകുട്ടികളെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ നുസൈബയുടെ ഹസ്ബൻഡാണ്. അവരെല്ലാം അത് കേട്ട് ശരിക്കും ആണോ? ആണല്ലേ നുസൈബ, എന്തൊക്കെ തന്നെയാലും ഈ കോളേജിന് അഭിമാനമാണ് കേട്ടോ. അതായത് നിങ്ങൾ 1ാം റാങ്കുകാരിയാണല്ലോ, നിങ്ങളെ ഭാഗ്യം അല്ലേ? എവിടെയാണ് വീട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫൈസലത പറഞ്ഞു കൊടുക്കുന്നു. അതെ, എൻ്റെ പെണ്ണ് 1ാം റാങ്കുകാരി തന്നെയാണ്. എന്തായാലും ഒരുപാട് കൺഗ്രാജുലേഷൻസ്. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെയൊക്കെ പരിശ്രമം ഉണ്ടാവില്ലല്ലേ? ഫൈസൽ ചിരിച്ചു. എന്നാലേ ചിലവ് വേണം കേട്ടോ. നമ്മളെ കോളേജിലത്തെ എല്ലാ കുട്ടികൾക്കും ചിലവ് വേണം, അതില്ലാതെ പറ്റില്ല. അത് കേട്ട് ഫൈസലിന് സന്തോഷമായി. എന്ത് വേണമെങ്കിലും എൻ്റെ പെണ്ണിൻ്റെ പേരിൽ ഞാൻ ഈ കോളേജിന് നൽകും, അത് ഉറപ്പാണ്. ഫൈസൽ അവിടെ ഇറങ്ങി ഒരു ഷോപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അവൻ കാറിൽ നിന്നിറങ്ങി. എന്നാൽ ആ കോളേജിൽ ചില പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. 1ാം റാങ്കുകാരിയായി വരുന്ന നുസൈബ, അതെ, അവൾക്ക് നമ്മളൊരു പണി കൊടുക്കണ്ടേ എന്ന് സീനിയേഴ്സ് വിചാരിച്ചിരുന്നു. ആഹാ, അവൾ 1ാം റാങ്കുകാരിയായി ഈ കോളേജിൽ ഇങ്ങനെ വിലസുക, അവൾക്ക് ഒരുപാട് ആരാധകർ, നമ്മൾക്കാണെ ഒന്നുമില്ല. എന്തൊക്കെ തന്നെയാലും അവൾക്കൊരു പണി കൊടുക്കണ്ടേ നമുക്ക്. ചില പെണ്ണുങ്ങൾ അവരത് പ്ലാൻ ചെയ്യുന്നു. അവളെ മുഖം മൂടിയൊക്കെ ധരിച്ചുകൊണ്ടല്ലേ വരാറുള്ളത്, അതങ്ങ് നമുക്ക് വലിച്ചു ചീന്തണം. എന്താ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ദിവസം ക്ലാസ്സിലൊരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ബോയ്സും ഗേൾസൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എന്താ, അവളെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസംഗിക്കാൻ പറയണം. എന്നിട്ട് ഞാൻ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കാം, എങ്ങനെയുണ്ട്?
എടി അത് വേണോ? ആ നീ എന്നാളും പ്ലാൻ ചെയ്തില്ലേ? അതേടി, അവളുടെ മുഖം എല്ലാവർക്കും കാണണ്ടേ? എന്താ അപ്പം അങ്ങനെ ഒളിച്ചു പിടിച്ച് നടക്കാനേ? ഇതെന്താ ഹോർലീനോ? ഒക്കെ ഒന്ന് കാണാലോ ഏത് ബീവിയാണെന്നുള്ളത്. വേണ്ടടി, അതങ്ങനെ നടക്കുന്ന കുട്ടിയല്ലേ, അവളെ നമ്മളായിട്ട്. ഏയ് അത് പറ്റില്ല, ഒന്നാം റാങ്കുകാരിയാണ്, അവൾക്കുള്ള പണി കൊടുക്കാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ റാഗിങ്ങിൻ്റെ കാര്യത്തിൽ അത് നമ്മളൊക്കെ ഒപ്പിട്ടതല്ലേ? അങ്ങനെ ആരടി ഒപ്പിടാത്തത്? എന്തൊക്കെ തന്നെ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. പിന്നെ റാങ്കുകാരിയെ ഒന്ന് നമുക്കങ്ങോട്ട് താഴ്ത്തണമല്ലോ. അതായത് എപ്പോഴും മിസ്സിൻ്റെയും സാറിൻ്റെയൊക്കെ മുമ്പിൽ അവൾ തന്നെയാണ് എപ്പോഴും ഹീറോ. അതും ന്യൂ ബാച്ചിലെ നുസൈബ, ഒന്നാം റാങ്കുകാരി. അത് നമുക്കൊന്ന് അല്പസമയത്തെങ്കിലും ഒന്ന് ഇല്ലാതാക്കണ്ടേ? എന്താ, എങ്ങനെയുണ്ട്? എന്തിനാടി വെറുതെ? അവൾ പഠിച്ചോട്ടെ, നല്ല പെൺകുട്ടിയാണ്. എന്നാൽ 2-3 പെണ്ണുങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരായിരുന്നു കോളേജിലെ ഹീറോസ്. അടിപൊളി ഡ്രസ്സുകളും ഫാഷൻ ഡ്രസ്സുകളും എല്ലാം ധരിച്ചുകൊണ്ട് വളരെയധികം ബ്യൂട്ടി ആയാണ് അവർ നടക്കുവാറുള്ളത്. എല്ലാ തവണയും വോട്ടുകൾ അവർ കരസ്ഥമാക്കുകയും ചെയ്യും, അവിടെ ഭരിക്കുകയും ചെയ്യും. പക്ഷെ ഈ പ്രാവശ്യം അവർക്ക് തെല്ലൊരു ഭയമുണ്ട്. കാരണം ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു ബീവി ഒന്നാം റാങ്കുകാരി വന്ന് ചേർന്നിട്ടുണ്ട്, നമുക്കൊരു ഭീഷണിയാവുമോടി എന്നുള്ള കാര്യം അവൾ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. അറിയില്ല, ചിലപ്പോൾ ഭീഷണിയാവും. അതല്ലേ, എത്ര ആളുകളാണ് ഇപ്പോൾ അവൾക്ക് ഫാൻസ്. ഇനിയിപ്പോൾ ഈ വർഷത്തെ എലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയായാലും അവൾ തന്നെ ആയിരിക്കും സ്കൂൾ ലീഡറായി മാറുക കേട്ടോ, അത് ഉറപ്പുണ്ട്. അതില്ലാതാക്കണമല്ലോ. എന്താ വഴി? എടി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതെന്തൊക്കെ തന്നെയായാലും അവൾ തന്നെയാണ് ഹീറോ. അവളുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ആരാധകരുമായി. പിന്നെ പഠിച്ച് റാങ്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ടൊരു അഭിമാനം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എത്ര തന്നെ കാട്ടിക്കൂട്ടിയിട്ടും കാര്യമില്ല, റാങ്ക് അവൾ വാങ്ങിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ എലക്ഷൻ്റെ ഫുൾ വോട്ടും അവൾക്ക് തന്നെ ആകാനാണ് ചാൻസ്. നിനക്ക് കിട്ടിയാൽ കിട്ടി. അത് കേട്ട് അവരെല്ലാം കളിയാക്കി ചിരിച്ചു. ഹേയ്, അങ്ങനെ വിട്ടുകൊടുക്കില്ലല്ലോ ഞാൻ. അതിനു മുമ്പായിട്ട് അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും, നോക്കിക്കോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കുട്ടികൾ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം ഫൈസൽ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ വിജയ ആഘോഷത്തിനു വേണ്ടി കോളേജിലെ എല്ലാവർക്കും എന്തെങ്കിലും ട്രീറ്റ് നൽകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഫൈസൽ നേരെ അതാ പ്രിൻസിപ്പളിൻ്റെ അടുക്കൽ വരുന്നു. ഐ ആം കമ്മിങ് സർ. വരൂ, ഇരിക്കൂ. ഞാൻ ഇവിടെ കോളേജിലെ ന്യൂ ജോയിൻ ഫസ്റ്റ് ഇയർ ബാച്ച് നുസൈബ. നുസൈബ ഫസ്റ്റ് റാങ്കുകാരി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അതെ, അവളുടെ ഹസ്ബൻഡാണ്. ആണോ? കൺഗ്രാജുലേഷൻസ്. യുവർ നെയിം പ്ലീസ്? മൈ നെയിം ഈസ് ഫൈസൽ. ഫൈസൽ, ഓക്കെ. നുസൈബ ഫൈസൽ ആയിരിക്കും അല്ലേ? യെസ്, നുസൈബ ഫൈസൽ. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ. എന്തായാലും ഈ വിജയത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെയൊക്കെ ഒരു ഹാർഡ് വർക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഫൈസൽ ചിരിച്ചുകൊണ്ട് തലയാട്ടി. സർ, ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ് നൽകാമെന്ന് വിചാരിച്ചിട്ട്. അതായത് നമുക്ക് ഒന്നാം റാങ്കുകാരിയാണ് നമ്മുടെ വൈഫ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലും ട്രീറ്റ് നൽകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ. അപ്പോൾ എന്ത് കൊടുക്കണം എന്നുള്ള. ഓഹോ, ഇറ്റ്സ് ഓക്കെ. അത് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് ഒരു ട്രീറ്റ് ആയിരിക്കും നല്ലത്. അതിവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ സെറ്റാക്കിയാൽ മതിയോ അതോ ഇവിടെ വെച്ച് വേണോ? അതങ്ങനെയായിരിക്കും നല്ലത്. അവിടെ വിശാലമായ ഓഡിറ്റോറിയം, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നുസൈബയെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കുകയും ചെയ്യുക, എല്ലാവർക്കും പ്രചോദനമാട്ടെ. ഇതൊന്നും നുസൈബ അറിയുന്നേ ഇല്ല. എന്തായാലും ഒരുപാട് താങ്ക്സ് പറഞ്ഞ് അതാ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് ഫൈസൽ ഇറങ്ങുന്നു. ഒരിക്കൽ കൂടി പ്രിൻസിപ്പൾ പറഞ്ഞു, ഫൈസൽ, നിങ്ങളുടെ ഭാര്യ നമ്മുടെ കോളേജിൻ്റെ കൂടി ഒരു അഭിമാനം ആണ്. ഫൈസൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്നു. അപ്പോൾ എന്നാൽ പറഞ്ഞു പോലെ കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം ഒരു അനൗൺസ്മെൻറ്റ് എല്ലാ ക്ലാസ്സുകളിലും മുഴങ്ങുന്നു. നമ്മുടെ കോളേജിൻ്റെ അഭിമാന താരമായ ഒന്നാം റാങ്കുകാരി നുസൈബയുടെ ഹസ്ബൻഡിൻ്റെ വകയായിട്ട് ഒരു ട്രീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കോളേജിൻ്റെ മുമ്പിലുള്ള ഹോട്ടൽ സ്റ്റാറിൽ എത്തേണ്ടതാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ കോളേജിൻ്റെ പ്രിയ താരം നുസൈബ ഫൈസലിനെ സ്പെഷ്യൽ താങ്ക്സ്. അത് കേട്ടപ്പോൾ കുട്ടികളെല്ലാം ഒന്നായിട്ട് അവിടെ ഒച്ച വെക്കുകയായിരുന്നു. സാർമാർ പറഞ്ഞു, സൈലൻറ്റ്.
അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ട്രീറ്റ് ഉണ്ടല്ലേ? എന്നാൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് നുസൈബ ഞെട്ടിത്തരിക്കുകയാണ് ഉണ്ടായത്. പഠിച്ചോനെ, എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്? നുസൈബയുടെ ഹസ്ബൻഡിൻ്റെ വകയായിട്ടുന്നോ? ഏത് ഹസ്ബൻഡ്? എപ്പോ? എങ്ങനെ? അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും അവളുടെ നേരെ അടുത്തേക്ക്. ആഹാ, അപ്പോൾ ഹസ്ബൻഡൊക്കെ ഉണ്ടല്ലേ? അതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും അവളുടെ അടുത്തേക്ക്. ആ, ഞങ്ങൾ കണ്ടിരുന്നോ, നല്ലൊരു വിലപിടിപ്പുള്ളൊരു കാറിൽ. ആ, അയാൾ ഞങ്ങൾ കണ്ടിരുന്നു, അതാണല്ലേ? ഓ, എന്തൊക്കെ തന്നെയായാലും സംരക്ഷിക്കാനൊക്കെ ഒരു ആളുണ്ടല്ലേ. ഞങ്ങൾ വിചാരിച്ചു സിംഗിളാണെന്ന്. പല ചെക്കന്മാരും അതും പറയുന്നു. അതിനിടയിലതാ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാഫിസ് അങ്ങോട്ട് വരുന്നു. ഹിജാബി, അപ്പോൾ നമ്മളോട് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഛേ, ഞാൻ വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചു. ഞാൻ വിചാരിച്ചു നീ സിംഗിളാണെന്ന്. ഒരിക്കലും കല്യാണം കഴിഞ്ഞ കാര്യം എന്നോട് നീ പറഞ്ഞില്ലല്ലോ. ഛേ, ഞാൻ വെറുതെ ഒരുപാട് മോഹക്കൊട്ടാരങ്ങൾ പടുതുയർത്തി. പക്ഷേ ഇത് കേട്ടപ്പോൾ ആകെ അതെല്ലാം തകർന്നടിഞ്ഞ് വീണു. എന്നാലും കുഴപ്പമില്ല, നല്ല സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ടാവുമല്ലോ, അത് മതി. പക്ഷെ നുസൈബ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാ റബ്ബേ നടക്കുന്നത്? ആരാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്തത്? എനിക്ക് എന്താ അറിയുന്നില്ല. അപ്പോഴാണ് അവളെ രാവിലത്തെ കാര്യം ഓർത്തത്. അതെ, തൻ്റെ പിന്നാലെ വന്ന ഫൈസൽക്ക. അയാൾ തന്നെയോട് ഒരുപാട് താഴ്ന്ന കൂടിന് അപേക്ഷിച്ചിരുന്നു അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഹേയ്, ഞാൻ അത്തരം ചതി ചെയ്യുന്ന ആളല്ല. എന്നാൽ തൊട്ടടുത്ത് തന്നെ അപ്പോഴേക്കും ഒരു അനൗൺസ്മെൻറ്റ്. അടുത്ത പീരീഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബെല്ലിന് എല്ലാവരും സ്റ്റാർ ഹോട്ടലിൽ എത്തേണ്ടതാണ്. നിങ്ങൾക്കുള്ള ഫുഡ്, ട്രീറ്റ് കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഹാളിൽ ചെറിയൊരു മോട്ടിവേഷൻ ടിപ്സ് നമ്മുടെ പ്രിയപ്പെട്ട താരം നുസൈബയുടെ വക ഉണ്ടായിരിക്കും. അത് കേട്ടപ്പോഴും നുസൈബ ശരിക്കും ഞെട്ടി. പഠിച്ചവനെ, എന്തൊക്കെ പ്ലാനിങ് നടക്കുന്നത് ഞാൻ അറിയാതെ. അവൾ പറഞ്ഞു, ഹേയ്, ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടവരെ അങ്ങനെ സർപ്രൈസ് ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ തരിക അല്ലേ? നിൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് നീ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളൊരു വീട്ടിലൊന്നല്ലേ? അല്ല, ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടല്ലേ ഞാനൊന്നും. അവൾക്ക് ശരിക്കും സങ്കടം വന്നിരുന്നു. അയ്യേ, ഒന്നാം റാങ്കുകാരിയുടെ ഭർത്താവ് ഇത്രയ്ക്കും നല്ലൊരു ട്രീറ്റ് നൽകിയിട്ട് എന്തിനാ സങ്കടപ്പെടുന്നത്? അത് സന്തോഷം കൊണ്ടായിരിക്കും പെണ്ണേ, അല്ലാതെ. നുസൈബ എന്ത് പറയണമെന്നറിയുന്നില്ല. അടുത്ത ബെല്ലിനതാ എല്ലാ കുട്ടികളും ആ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നു. ശരിക്കും അവിടെ കണ്ട ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും അന്താളിച്ചു പോയി. അതെ, എല്ലാ ടൈപ്സിലുള്ള ഫുഡുമാണ്. ബഫേ, റൈസായിട്ടും മന്തിയായിട്ടും ബിരിയാണി ആയിട്ടും നെയ്പ്പത്തൽ, പൊറോട്ട, ചപ്പാത്തി, മട്ടന്, ബീഫ്, ചിക്കന്, ഫിഷ്, വെജിറ്റബിൾ, അങ്ങനെ വെറൈറ്റി ഐറ്റംസ്. എല്ലാവരും ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും പ്ലേറ്റ്സ് എടുത്ത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അതാ സെർവ് ചെയ്ത് അവരുടെ സീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഒരാൾ മാത്രം അങ്ങോട്ട് വന്നില്ലായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, നുസൈബ. അവൾ ക്ലാസ്സിൽ തന്നെയായിരുന്നു. എല്ലാവരും പോകുമ്പോഴും എല്ലാവരും അവളെ വിളിച്ചപ്പോഴും അവൾ പറഞ്ഞു, ഞാൻ വരാം. എന്നാൽ അവസാനമായി സാർ ഒരു അനൗൺസ്മെൻറ്റ് കൂടി ചെയ്യുന്നു. ഇനി ആരെങ്കിലും കോളേജിനകത്തുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ആ ട്രീറ്റ് സ്വീകരിക്കേണ്ടതാണ് എന്ന്. അത് കേട്ടപ്പോൾ നുസൈബക്ക് പിന്നെ ഇരിക്കാൻ അവിടെ കഴിഞ്ഞില്ല. അവളും പതുക്കെ എണീറ്റു. എന്നിട്ട് ആ സ്റ്റാഫിൻ്റെ മുമ്പിൽ, അല്ല, നമ്മുടെ റാങ്കുകാർ ഇതുവരെ പോയില്ലേ? അതിൽ മിസ് പറഞ്ഞു, ആ, അവൾ അത്ര പെട്ടെന്ന് പോകണ്ടല്ലോ, അവൾ നമ്മുടെ കൂടെ വരട്ടെ, അതല്ലേ അതിൻ്റെ ത്രില്ല്. വാ മോളെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അതാ മിസ്സും ടീച്ചറും എല്ലാവരും കൂടി നുസൈബയെ നടുവിലാക്കി അങ്ങോട്ട് കയറി ചെല്ലുന്നു. ശരിക്കും അവർ ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെല്ലാവരും കൂടി കൈയടിക്കുന്നുണ്ടായിരുന്നു. അവരെ ആ ഹോട്ടലിൻ്റെ മുതലാളി തന്നെ പ്രത്യേകമായി സ്വീകരിക്കുന്നു. അവൾക്ക് അപ്പോൾ തന്നെ അവരൊരു ട്രോഫി സമ്മാനമായി നൽകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ. തൻ്റെ പെണ്ണിനെ ഇങ്ങനെയെങ്കിലും എനിക്ക് കൊടുക്കുവാൻ സാധിച്ചല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ നുസൈബ ശരിക്കും ആളുകളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ലായിരുന്നു. അവൾ എന്തൊക്കെയോ ഭയം അവൾക്ക് മനസ്സിലുണ്ട്. നുസൈബയുടെ ഭർത്താവാണ് ഈ ഒരു ഫുഡ് എല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്തത് എന്നെല്ലാം പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ വിഷമവും ദുഃഖവും ഒരുമിച്ചായിരുന്നു. പക്ഷെ സാറും മിസ്സും തന്നെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഇരുത്തുമ്പോഴൊക്കെ അതിൽ സന്തോഷവുമുണ്ട്. പക്ഷേ പഠിച്ചോനെ, എന്തിൻ്റെ പേരിലാണ് ഇതാരാണ് ഇതൊക്കെ കൊടുക്കുന്നത്? എനിക്കറിയില്ല. അവൾ ഏറെക്കുറെ
മനസ്സിൽ അത് ഊഹിച്ചെടുത്തു. അത് മറ്റാരും ആയിരിക്കില്ല, തൻ്റെ ആദ്യ ഭർത്താവ് ഫൈസൽ തന്നെയായിരിക്കും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ കളികളാണ്, എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. അവൾ സങ്കടം മറച്ചു വെച്ചു. സാറിൻ്റെയും മിസ്സിൻ്റെയും കൂടെ അവളും ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഫുഡ് കഴിച്ചതിന് ശേഷം സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ഐസ്ക്രീംസ്, അതുപോലെ ഗുലാബ് ജാമുൻ, നല്ല അടിപൊളി ഇളനീർ പായസം, അങ്ങനെ എല്ലാവരും അതും ആകാംക്ഷയോടെ കഴിച്ചു. ഓഹ്, എന്തൊക്കെ തന്നെയായാലും 1ാം റാങ്കുകാരി നമ്മുടെ കോളേജിലേക്ക് വന്നത് വല്ലാത്തൊരു അഭിമാനം തന്നെ കേട്ടോ. അപ്പോഴേക്കും ഫൈസലിനെ തിരിഞ്ഞു പിടിച്ച് എല്ലാവരും കൂടി അതാ ഷെയ്ക്കാൻഡ് കൊടുത്തും സെൽഫി എടുത്തും അവിടെ അഭിമാനം കൊള്ളുന്നു. പലരും അത് സ്റ്റാറ്റസ് ഇരുന്നു. 1ാം റാങ്കുകാരിയുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വകയായിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് സ്പോൺസേഡ് ബൈ നുസൈബ ഫൈസൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നു. പക്ഷേ അവർക്കാർക്കും അറിയില്ല അവളുടെ ഒഴിവാക്കിയ അവളുടെ ഭർത്താവാണ് ഫൈസൽ എന്ന്. അവരെല്ലാവരും ഫൈസലിനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ പെണ്ണ് നല്ല ഭാഗ്യവതിയാണ് കേട്ടോ, 1ാം റാങ്കുകാരിയല്ലേ. എല്ലാവരും ഫൈസലിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ പ്രിൻസിപ്പൾ പറഞ്ഞു, നമുക്ക് ആ ഹാളിൽ വെച്ച് ചെറിയൊരു മീറ്റപ്പ്, അത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിൽഡ്രൻസൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അതൊന്ന് പറയാം. അതിനെക്കുറിച്ച് 2 വാക്ക് അവർ സംസാരിക്കട്ടെ. അതിന് അവസരം ഫൈസലിനും കൊടുക്കണം. അതായത് അവളുടെ എല്ലാ കാര്യത്തിനും വിജയത്തിന് അവൻ കൂടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പ്രത്യേകമായിട്ട് അവനെയും ഒന്ന് ക്ഷണിക്കണം. എല്ലാവരും ഫുഡ് കഴിച്ച് ആ ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നു. പ്രിൻസിപ്പൾ അതാ സംസാരിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ട്രീറ്റ് എന്തിൻ്റെതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ? യെസ്, നുസൈബ ഫസ്റ്റ് റാങ്ക്. യെസ്, അത് തന്നെ. അതിനുവേണ്ടി അവളുടെ ഭർത്താവാണ് നമുക്കൊരു ട്രീറ്റ് നൽകിയത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? യെസ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇതാ കൈ പൊക്കുന്നു. അപ്പോൾ അതുപോലുള്ള കുട്ടി നമ്മുടെ കോളേജിലേക്ക് വന്ന് വലിയൊരു അഭിമാനമാണ്. ഇനിയും അതുപോലെ തുടർന്നുള്ള പഠനത്തിലും അവൾക്ക് മുന്നേറാൻ സാധിക്കണം. അവൾക്ക് മാത്രമല്ല, എല്ലാവരും ഹാപ്പി അല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും 4-5 വർഷം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നുസൈബ, ഡോക്ടർ നുസൈബ ഫൈസൽ എന്നുള്ള പേരിൽ അവൾ MBBS പഠനം പൂർത്തിയാക്കി ഇറങ്ങേണ്ടവളാണ്. അപ്പോൾ അവളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവൾക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ 1-2 വാക്ക് പറയാനുണ്ടാവും. അതനുസരിച്ച് നിങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളും വളരെയധികം ഉയരങ്ങളിലെത്തും. അങ്ങനെ അതാ പ്രിൻസിപ്പൾ നുസൈബയുടെ പേര് വിളിക്കുന്നു. നമ്മുടെ കോളേജിൻ്റെ അഭിമാനമായ 1ാം റാങ്കുകാരിയായ താരം നുസൈബയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അവളുടെ കൈകാലുകൾ വിറക്കുന്നു. റബ്ബേ, ഇതൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. എന്നാൽ മിസ്സുകൾ അവളുടെ അടുക്കലെത്തി. നുസൈബ, വാ, എണീക്ക്. എന്താ ഇതിങ്ങനെ? നല്ല സ്മാർട്ടാവേണ്ടേ? 1ാം റാങ്കുകാരിയല്ലേ? അപ്പോൾ കുറച്ചൊക്കെ എല്ലാവർക്കും പ്രചോദനമായിട്ട് നീ എന്തെങ്കിലും 2 വാക്കും സംസാരിക്കണം മോളെ. സാറും മിസ്സും എല്ലാവരും അവളുടെ അടുക്കലെത്തിയപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അതാ ആ സ്റ്റേജിലേക്ക് പതുക്കെ കയറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് അവളുടെ ആദ്യ ഭർത്താവ് ഫൈസൽ സന്തോഷപുളകിതയാവുകയായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്, തൻ്റെ ഭാര്യ തന്നെ, അല്ലാതാരാ. അവൾ ദാ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നു. എനിക്ക് അവളുടെ ശബ്ദമെങ്കിലും ശരിക്കൊന്ന് കേൾക്കണം. അവൾ സ്റ്റേജിലേക്ക് പതുക്കെ കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും അവൾക്ക് വേണ്ടി ക്ലാപ്പ് കൊടുക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ അഭിമാന താരം നുസൈബ സ്റ്റേജിലേക്ക് കയറി വരുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യൂ. എല്ലാവരും കൈയടിച്ചുകൊണ്ട് അതാ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാത്ത ഒരവസ്ഥ. എന്തോ ഒരു ജീവനില്ലാത്ത മനുഷ്യനെ പോലെ അവൾ നടക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്നോ എന്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നോ അവൾക്ക് പിടുത്തമില്ല. റബ്ബേ, എന്തൊക്കെയാണിത്? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. ഒരു നിമിഷം അവളവിടെ സങ്കടപ്പെടുകയാണ്. അപ്പോഴും അവളുടെ മിസ്സും സാറന്മാരും അവളെ പ്രോത്സാഹിപ്പിച്ചു. അതാ വേദിയിലെത്തി. അവൾ ആ മൈക്ക് പോയിന്റിൻ്റെ അടുത്തേക്ക് വന്നു. നുസൈബ, തുടങ്ങിക്കോളൂ. പ്രിൻസിപ്പൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ആ മൈക്ക് കയ്യിൽ കിട്ടി അവളതിൽ സംസാരിക്കുവാൻ ഒരുങ്ങുമ്പോഴേക്കും ആ ഒരു കാഴ്ച അവളുടെ കണ്ണിൽപ്പെട്ടു. അതെ, അത് മറ്റാരും ആയിരുന്നില്ല, ഫൈസൽക്ക തൻ്റെ മുന്നിൽ തന്നെ
ഇരിക്കുന്നുണ്ട്. യാ അല്ലാ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.